മരണത്തെ കരുവാക്കി കലയെ വളർത്തിയ ഒരു കലാകാരൻ, മൃതശരീരങ്ങളിലൂടെ ലോക പ്രശസ്തനായ വ്യക്തി. 1990കളിൽ UK കലാരംഗത്ത് ആധിപത്യം സ്ഥാപിച്ച ബ്രിട്ടീഷ് കലാകാരനും ആർട്ട് കളക്ടറുമാണ് ലോക പ്രശസ്ത കലാകാരൻ ഡാമിയൻ സ്റ്റീവൻ ഹിർസ്റ്റ്. യുണൈറ്റഡ് കിങ്ഡത്തിലെ ഏറ്റവും ധനികനായ കലാകാരനായ അദ്ദേഹത്തിന്റെ ആസ്തി 2020 $384 ദശലക്ഷം ആയിരുന്നു, ഏകദേശം 3200 കോടി രൂപ. മരണം ഒരു കേന്ദ്ര വിഷയമായ കലാരൂപങ്ങളാണ് ഡാമിയൻ ഹിർസ്റ്റിന്റെ പ്രത്യേകത. സ്രാവ്, ആടുകൾ, പശുക്കൾ എന്നിവയുൾപ്പെടെ ചത്ത മൃഗങ്ങളുടെ മൃതശരീരം സംരക്ഷിച്ചു വെച്ചാണ് കലാസൃഷ്ടികൾ ഒരു പരമ്പര അദ്ദേഹം സൃഷ്ടിച്ചത്. ഇതിൽ ഏറ്റവും അറിയപ്പെടുന്നത് 14 അടി നീളമുള്ള ഒരു കടുവ സ്രാവിനെ സൂക്ഷിച്ചിരിക്കുന്ന ദി ഫിസിക്കൽ ഇമ്പോസിബിലിറ്റി ഓഫ് ഡെത്ത് ഇൻ ദി മൈൻഡ് ഓഫ് സോൺ ലിവിംഗ് ആണ്. 1965 ഇംഗ്ലണ്ടിൽ ബ്രിസ്റ്റോളിലാണ് ഡാമിയൻ ജനിച്ചത്. അവന്റെ പിതാവിനെ കണ്ടിട്ടില്ല. ക്രിസ്ത്യൻ 2 വയസ്സുള്ളപ്പോൾ അവന്റെ അമ്മ രണ്ടാം അച്ഛന് വിവാഹം കഴിക്കുന്നു. 10 വർഷത്തിന് ശേഷം ദമ്പതികൾ വിവാഹമോചനം നേടുന്നു. മാതാപിതാക്കളുടെ വേർപിരിയലിന് ശേഷം അമ്മയാണ് ഡാമിയനെ വളർത്തിയത്. ചെറുപ്പം മുതലേ കലാപരമായ ചായ്വുകൾ പ്രകടിപ്പിച്ച ഡാമിയൻ കൗമാരപ്രായത്തിൽ ഒരു മോർച്ചറിയിൽ ജോലി ചെയ്തു. മരണവുമായുള്ള നേരിട്ടുള്ള കണ്ടുമുട്ടൽ മായാത്ത അടയാളമാണ് ഡാമിയനിൽ അവശേഷിപ്പിച്ചത്. മരണം, ജീർണത, ജീവിതത്തിന്റെ ദുർബലത എന്നിവയിൽ അദ്ദേഹത്തിന്റെ കലാപരമായ താല്പര്യത്തെ സ്വാധീനിച്ചു. ദി ഫിസിക്കൽ ഇമ്പോസിബിലിറ്റി ഓഫ് ഡെത്ത് ഇൻ ദി മൈൻഡ് ഓഫ് സംവൺ ലിവിംഗ്, ഫോർ ദ ലവ് ഓഫ് ഗോഡ് സീരീസ് തുടങ്ങിയ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കലാരൂപങ്ങളിൽ മരണം ആവർത്തിച്ചു വരാൻ കാരണം അദ്ദേഹം നേരിട്ട ജീവിത അനുഭവങ്ങളായിരുന്നു. സെക്കൻഡറി സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും കടയിൽ മോഷണം നടത്തിയതിന് അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്ത ഡാമിയൻ ജീവിതത്തിൽ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ അവനിലെ കല കാലക്രമേണ അവനെ പ്രശസ്തനാക്കി. ജീവിതത്തിൽ ഉടനീളം വിഷാദ രോഗത്തോടും ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തോടും പോരാടിയാണ് ഡാമിയൻ ജീവിത വിജയം നേടിയെടുത്തത്. പ്രകോപനപരമായ ഇൻസ്റ്റാളേഷനുകൾക്കും കലയുടെ പരമ്പരാഗത സങ്കല്പങ്ങൾ വെല്ലുവിളിക്കുന്നതിനും പേരുകേട്ട ഡാമിയന്റെ കലാരൂപങ്ങൾ പലപ്പോഴും വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും സൃഷ്ടിപരമായ ആവിഷ്കാരത്തിന് പുതിയ വഴികൾ തേടുന്നവയായിരുന്നു അദ്ദേഹത്തിന്റെ കലകൾ. കലാകാരനും സംരംഭകനും തമ്മിലുള്ള അതിർവരമ്പുകൾ വിജയകരമായി മായ്ച്ച കൗശലക്കാരനായ ഒരു വ്യവസായി കൂടിയാണ് ഡാമിയൻ സ്റ്റീവൻ ഹിർസ്റ്റ്. കലാവിപണിയിൽ അദ്ദേഹം സജീവമായി പങ്കെടുക്കുകയും പലപ്പോഴും ഗാലറികളെ മറികടന്ന് ലേല സ്ഥാപനങ്ങളിലൂടെ നേരിട്ട് കലാസൃഷ്ടികൾ വിൽക്കുകയും ലാഭം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഈ നീക്കത്തെ ചിലർ വിമർശിക്കപ്പെട്ടിരുന്നെങ്കിലും കലാവിപണിയിലെ വിദഗ്ധനായ കളിക്കാരനെന്ന നിലയിൽ ഹിർസ്റ്റിന്റെ പ്രശസ്തി ഉറപ്പിക്കപ്പെട്ടു. ബ്യൂട്ടിഫുൾ ഇൻസൈഡ് മൈ ഹെഡ് ഫോർ എവർ എന്ന സൃഷ്ടി ലേലത്തിൽ $200 മില്യണിലധികം നേടിയത്. സമ്പത്തും പ്രശസ്തിയും കൊണ്ട് ലോകമറിഞ്ഞ ഹിർസ്റ്റിൻ ഒരു വലിയ മനുഷ്യസ്നേഹി കൂടിയാണ്. ഗോൾഡ്സ്മിത്ത് കോളേജിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കായി സ്കോളർഷിപ്പ് ഫണ്ട് സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾക്ക് പിന്തുണ നൽകാൻ അദ്ദേഹം തന്റെ സമ്പത്ത് ഇന്ന് വിനിയോഗിക്കുന്നു.